എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 2 23 മുതൽ 25 വരെ. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനം നമുക്ക് ലഭ്യമാകുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു എന്ന വചനത്തെ ആസ്പദമാക്കിയാണ്. ഇത് അത്ഭുതകരമായ ഒരറിവാണ്. ഒരേ സമയം സമാധാനവും ഭയവും നമ്മിൽ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ചിന്ത. ദൈവത്തെ മനഃപൂർവമായി അന്വേഷിക്കുന്നവരുടെ സത്യസന്ധത ദൈവം അറിയുന്നു. അതേസമയം നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ പോലും അറിയുന്നവൻ്റെ മുൻപാകെ ഭയത്തോടുകൂടെ അല്ലാതെ നിൽക്കാൻ ആർക്കും കഴിയില്ല. പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് കർത്താവ് ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ അവരെ മുഴുവനായി അറിയുന്ന കർത്താവ് അവർക്ക് പൂർണ്ണമായും തന്നെ വെളിപ്പെടുത്തിയില്ല. നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്നതിനുള്ള ഒരു ഉരകല്ലായി നമുക്ക് ഈ വചനങ്ങളെ തീർക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനം അർത്ഥപൂർണമാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. അവ യേശുവിൻ്റെ അഭൗമിക ശക്തിയുടെ പ്രകടനങ്ങളായിരുന്നില്ല. യേശുവിൻ്റെ ആളത്വത്തെയും അവിടുത്തെ സ്വഭാവത്തെയും മുൻഗണനാ ക്രമങ്ങളെയും എല്ലാം അത് വ്യക്തമാക്കുന്നു. രോഗികളെ സൗഖ്യമാക്കാനും വിശക്കുന്നവരെ തൃപ്തരാക്കാനും ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുമാണ് കർത്താവ് തൻ്റെ ശക്തികൾ ഉപയോഗിച്ചത്. യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ ഇവയെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മാത്രമായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നവർക്ക് യേശുവിൻ്റെ ആളത്വത്തെ കാണാൻ കഴിയണം. യേശുവിൻ്റെ ആളത്വം ഉള്ളതുപോലെ കാണാതെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ മാത്രം കാണുന്നവരെ യേശുവിന് തൻ്റെ മക്കളായി കാണാൻ കഴിയില്ല. പെസഹ പെരുന്നാളിന് വന്നവരിൽ ചിലർ അവനിൽ വിശ്വസിച്ചു എങ്കിലും അത് പൂർണ്ണതയുള്ളതായിരുന്നില്ല. മറ്റൊരു ചിന്ത, യേശു മനുഷ്യനിലുള്ളത് അറിയുന്നവനാണ്. മനുഷ്യ സ്വഭാവം അറിയുന്ന കർത്താവ് നമ്മെയും ശോധന ചെയ്യുന്നു. തന്നെ അനുഗമിക്കുന്നതിൻ്റെ വെല്ലുവിളികളും സാധ്യതകളും വ്യക്തമായും തൻ്റെ ശിഷ്യർ അറിഞ്ഞിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. യേശു ചെയ്ത അത്ഭുത കാര്യങ്ങളാൽ പലരും ആകർഷിതരായിരുന്നു. എന്നാൽ താൻ സഹിക്കാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും സ്വയ പരിത്യാഗത്തെക്കുറിച്ചും യേശു പറഞ്ഞു തുടങ്ങിയപ്പോൾ പലരും യേശുവിനെ വിട്ടുപോയി. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തെയും ദൈവിക സ്വഭാവത്തെയും ഉൾക്കൊണ്ട് മനുഷ്യ സ്വഭാവങ്ങൾ ദൈവിക സ്വഭാവങ്ങളായി രൂപാന്തരീകരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപാന്തരം പ്രാപിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. മറ്റൊരു ചിന്ത, യേശു എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്നതിനാൽ ആരെ സംബന്ധിച്ചും മറ്റുള്ളവരുടെ സാക്ഷ്യപത്രങ്ങൾ യേശുവിന് ആവശ്യമില്ല. ദൈവം സർവജ്ഞാനിയാണ്. ആരാധകരായ നാം ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം. ചിന്തകളോ രഹസ്യങ്ങളോ യേശുവിന് മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവൻ്റെ മുൻപാകെ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ദൈവമേ, എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് മനഃപൂർവമായി ഉള്ളുരുകി സങ്കീർത്തനക്കാരനെ പോലെ
നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് യേശു ഹൃദയങ്ങൾ അറിയുന്ന ദൈവമാണ് എന്ന ചിന്തയിലാണോ നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? യേശു ചെയ്ത അത്ഭുതങ്ങളെ യേശുവിൻ്റെ ആളത്വത്തെക്കാൾ അധികം നമ്മൾ ആസ്വദിക്കുന്നവരാണോ? യേശു നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെയാണോ ഉയർത്തുന്നത്? അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവുകളും വിചാരങ്ങളും അറിയുന്ന കർത്താവേ, തിരുസന്നിധിയിൽ ഭയത്തോടും വിറയലോടും അതേസമയം ആത്മധൈര്യത്തോടും നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് ജീവിതചര്യയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷത്തിൽ കർത്താവ് നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.